ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുനാഥൻ പറയുകയാണ്, കപടനാട്യക്കാരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ വിമർശിക്കുന്ന യേശുനാഥൻ. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾ ഉയരുന്ന അതേ അധരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടാവുകയും ദൈവ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യണമെന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അധരത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നും ഉയരുന്ന വേദനയുടെ നൊമ്പരങ്ങളും സ്നേഹത്തിൻ്റെ ആഗ്രഹവും നമ്മിൽ നിറയേണ്ടിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഹൃദയം കൊണ്ട് സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അധരം കൊണ്ട് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നൊരു ജീവിതമല്ലേ? എങ്കിൽ ദൈവത്തോടടുത്തൊരു ജീവിതത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ദൈവാനുഗ്രഹം കടന്നു വരിക. ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വെറുമൊരു അധരത്തിലുള്ള സ്തുതിയുടെ വചനത്തിൽ നിറഞ്ഞു നിൽക്കുവാനല്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹൃദയത്തിൽ അവിടത്തേക്ക് സ്ഥാനം കൊടുക്കുക എന്നതാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തൊരു ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ, ഓ കാരുണ്യവാനായ തമ്പുരാനെ, ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനം നൽകി ഹൃദയത്തിൽ അങ്ങുമായി അടുത്തൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അതിന് തടസ്സമായിട്ടുള്ള എല്ലാ മേഖലകളെയും എടുത്തുമാറ്റി അങ്ങയുടെ പൈതലാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ, അനുഗ്രഹിക്കണമേ. മനുഷ്യൻ ബാഹ്യരൂപം നോക്കുമ്പോൾ അങ്ങ് ആന്തരികത കാണുന്നുണ്ടല്ലോ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ അങ്ങയെ സ്നേഹിക്കുവാൻ വേണ്ട കൃപാവരവും ഞങ്ങൾക്ക് നൽകി അഭിഷേകം ചെയ്യണമേ. ആമേൻ.